നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും. കാവ്യ ആവശ്യപ്പെടുന്നിടത്ത് ചോദ്യം ചെയ്യാനെത്തുമെന്ന് പോലീസ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ച് കണ്ട തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൂടുതൽ CRPC 160 പ്രകാരമാണ് അന്വേഷണ സംഘം കാവ്യ മാധവന് നോട്ടീസ് നൽകുക. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാവ്യയോട് അന്വേഷണ സംഘം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. രഹസ്യകേന്ദ്രത്തിൽ വെച്ച് കാവ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യലിന് സമ്മതമാണെന്ന് കാവ്യ അറിയിച്ചതായാണ് സൂചന. ആലുവ പോലീസ് ക്ലബിന് പകരം മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചായിരിക്കും മൊഴിയെടുക്കൽ. പോലീസ് ക്ലബിലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം പരിഗണിച്ചാണ് ഇത്. ആലുവ പറവൂർക്കവലയിലെ വീട്ടിലാണ് കാവ്യ ഇപ്പോഴുള്ളത്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കാവ്യയുടെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചതായി പൾസർ സുനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ കാവ്യയുടെ മൊഴി കേസിൽ നിർണായകമാകും. ദിലീപും പൾസർ സുനിയും തമ്മിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി രണ്ട് സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തി. CRPC 164 പ്രകാരം കാലടി മജിസ്ട്രേറ്റിന് മുമ്പിലാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ ജോർജേട്ടൻസ് പൂരത്തിന്റെ തൃശൂർ ടെന്നീസ് ക്ലബ്ബ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ നിന്നാണ് മൊഴിയെടുത്തത്. ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കുമ്പോൾ ഗൂഢാലോചനയ്ക്കുള്ള ശക്തമായ തെളിവാകും ഇവരുടെ മൊഴികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനി 2 വർഷം മുൻപ് മറ്റൊരു കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ യുവനടിയായിരുന്നു അന്നത്തെ ഇര. ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് കൊട്ടേഷൻ നൽകിയതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിർമ്മാതാവിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഈ നിർമ്മാതാവാണ് പൾസറിനെ ദിലീപിന് പരിചയപ്പെടുത്തി കൊടുത്തത്. 2 വർഷം മുമ്പ് നടന്ന കൊട്ടേഷൻ മാനഭംഗത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അക്കാലത്ത് സജീവമായിരുന്ന ഒരു യുവ നടിയാണ് ആക്രമണത്തിന് ഇരയായത്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതായി. ഇപ്പോൾ സജീവമായ ഒരു നിർമ്മാതാവായിരുന്നു അന്ന് കൊട്ടേഷനു പിന്നിൽ. ഇയാളിപ്പോൾ ദിലീപിനായി സജീവമായി രംഗത്തുണ്ട്. ദിലീപിന് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയതും ഈ നിർമ്മാതാവാണ്. അന്ന് ആക്രമണത്തിന് ഇരയായ നടി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. സിനിമാ മേഖലയിൽ അന്ന് സംഭവം സജീവ ചർച്ചയായെങ്കിലും നടിക്ക് പിന്തുണ നൽകാനോ ആരും മുന്നോട്ട് വന്നതുമില്ല. സംഭവത്തോടെ മാനസികമായി തകർന്ന നടി സിനിമാ മേഖലയിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷയായി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ച പോലീസ് സംഘത്തിനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഇതിനെ തുടർന്ന് നടിയെ പോലീസ് സമീപിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന സന്ദേശം നടി പോലീസിന് കൈമാറിക്കഴിഞ്ഞു. ആരോപണ വിധേയനായ നിർമ്മാതാവിന് ദിലീപുമായി ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. കിളിരൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാൻ നടി തയ്യാറായ സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണ വിധേയനായ നിർമ്മാതാവിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടൻ ദിലീപിന് പരോക്ഷ പിന്തുണയുമായി നീറ്റ ജലാറ്റിൻ കേസ് പ്രതി തുഷാർ രംഗത്ത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന കേരള മനുഷ്യാവകാശ സമിതി യോഗത്തിലാണ് പോലീസിനെയും മാധ്യമങ്ങളെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞ് ദിലീപിനെ പരോക്ഷമായി തുഷാർ ന്യായീകരിച്ചത്. അതേസമയം നഴ്സുമാരുടെ സമരത്തിന് പിന്തുണ നൽകാനാണ് CPI മാവോയിസ്റ്റിന്റെ രഹസ്യ നീക്കമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട് ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകരായ ഷൈനിയെയും അനൂപിനെയും കാണാൻ പോയ CP റഷീദ്, ഹരി എന്നിവരെ കേരള തമിഴ്നാട് പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചുവെന്ന് ആരോപിച്ച് കൊല്ലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലാണ് നീറ്റ ജലാറ്റിൻ കേസിലെ പ്രതി കൂടിയായ തുഷാർ യുവനടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായ നടൻ ദിലീപിനെ പിന്തുണച്ചതും പോലീസിനെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞതും. മാധ്യമങ്ങളെയും തുഷാർ വെറുതെ വിട്ടില്ല. കേസ് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിശബ്ദതയുണ്ട്. അയാൾക്ക് മാധ്യമങ്ങളുമായിട്ടോ അതല്ലെങ്കിൽ ഭരണകൂടവുമായിട്ട് പോലും, അതായത് അയാളുടെ നിരപരാധിത്വത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആ ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കോടതിയിൽ പോലും സമർപ്പിക്കാനുള്ള അവകാശമില്ല. ആ അന്വേഷണത്തെ നിശബ്ദമായി നേരിടേണ്ട ഒരാളാണ് പ്രതി എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പ്രതിയുടെ സ്ഥാനം അന്വേഷണ ഘട്ടത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ വിചാരണയുടെ ഘട്ടത്തിലാണ് തന്റെ നിരപരാധിത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിക്ക് സാധിക്കുക. നീറ്റ ജലാറ്റിൻ ആക്രമണത്തെ തുടർന്ന് രൂപേഷ് പിടിയിലായതോടെ CPI മാവോയിസ്റ്റ് സംഘടന ദുർബലമായെന്നും അതിനെ മറികടക്കാനാണ് മനുഷ്യാവകാശ സംഘടന ലേബലിൽ വൈപ്പിൻ സമരം പോലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ മാവോയിസ്റ്റ് സംഘടന തീരുമാനിച്ചതെന്നും നഴ്സുമാരുടെ സമരത്തെ പിന്തുണച്ച് സംഘടന സജീവമായി രംഗത്തുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു.
നഴ്സുമാരുടെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകി തങ്ങളെ ഉയർത്തുന്ന നയങ്ങൾക്ക് പൊതുസമൂഹത്തിന് പിന്തുണ തേടുകയാണ് ലക്ഷ്യമെന്നും പോലീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെടുന്ന രമണൻ, ക്രിസ്റ്റി, അജിത് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് PA പൗരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനൊരുങ്ങി ദില്ലി. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നാളെ രാജ്യമെങ്ങും നടക്കും. NDA സ്ഥാനാർത്ഥിയായി ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുവരുടെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി കാലാവധി പൂർത്തിയാക്കി 25-ന് രാഷ്ട്രപതി ഭവന്റെ പടിയിറങ്ങും. റെയ്സിന കുന്നിലെ പുതിയ അതിഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ അന്തിമഘട്ടത്തിലേക്ക് നാളെ മുതൽ രാജ്യം കടക്കുകയാണ്. ഇലക്ടർ വോട്ടുകൾ നിർണായകമാകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരുമായി 4896 പേർ വോട്ട് ചെയ്യും. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 784 MP-മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 4114 MLA-മാരും ഉൾപ്പെടുന്ന വോട്ടർമാരുടെ ആകെ വോട്ട് മൂല്യം 11 ലക്ഷത്തിനടുത്താണ്. ജനപ്രതിനിധി സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് വോട്ടില്ല. MP-യുടെ വോട്ട് മൂല്യം 708 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. MLA-മാരുടെ വോട്ടിന്റെ മൂല്യം അതാത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം UP-യിലെ MLA-മാരുടെ വോട്ട് മൂല്യമാണ് ഏറ്റവും ഉയർന്നത്, 208. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യമാകട്ടെ 152ആയും കണക്കാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദാണ് NDA സ്ഥാനാർത്ഥി. വിജയിക്കാനുള്ള വോട്ടിന് 17,000-ഓളം വോട്ട് കുറവുള്ള NDA തമിഴ്നാട്ടിൽ നിന്നും AIADMK-യുടെയും ബീഹാറിൽ നിന്ന് JDU-ന്റെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാകുമാർ ആം ആദ്മി, BJDS തുടങ്ങി ഇരുപക്ഷത്തുമില്ലാത്ത പാർട്ടികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നു. രാംനാഥ് കോവിന്ദും മീരാകുമാറും മുഖാമുഖം വരുന്നു എന്നതിനപ്പുറം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ബലാബലമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഇരുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള MLA-മാർ നാളെ വോട്ട് രേഖപ്പെടുത്തും. നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. NDA-യുടെ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷത്തു നിന്ന് മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറും തമ്മിലാണ് മത്സരം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് നാളെയാണ്. രാജ്യത്തെ MLA-മാരും MP-മാർക്കുമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതും വോട്ടെടുപ്പിലൂടെ. രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റിലും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നിയമസഭകളിലുമാണ് പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അടക്കം 141 നിയമസഭാ സാമാജികരുണ്ട്. എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് വോട്ട് ചെയ്യാനാവില്ല. മലപ്പുറത്തെ വേങ്ങര നിയോജകമണ്ഡലത്തിലെ MLA ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു പോയ ഒഴിവ് ഇതുവരേക്കും നികത്തപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 139 MLA-മാരാണ് നിയമസഭാ സമുച്ചയത്തിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ധാരണയനുസരിച്ച് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും 138 MLA-മാരും പ്രതിപക്ഷ സ്ഥാനാർത്ഥി മീരാകുമാറിന് വോട്ട്. രാജഗോപാലിന്റെ വോട്ട് NDA പ്രതിനിധിയായ രാംനാഥ് കോവിന്ദിന് ലഭിക്കും. 152 ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം. അതായത് സംസ്ഥാനത്തെ ജനസംഖ്യയെ ആകെ MLA-മാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുക. സംസ്ഥാന നിയമസഭയിലെ ആകെ വോട്ടുകളുടെ മൂല്യം 21,280 ആണ്. സംസ്ഥാന നിയമസഭാ മന്ദിരത്തിൽ 2ാം നിലയിലാണ് വോട്ടെടുപ്പിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ രാജ്യസഭാ MP-മാർ ഡൽഹിയിൽ തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത. ലോക്സഭാ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസർ. സംസ്ഥാനങ്ങളിൽ നിയമസഭാ സെക്രട്ടറിക്ക് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതലയുണ്ട്. വോട്ടെടുപ്പിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 5-ന് അവസാനിക്കും. ശേഷം സീൽ ചെയ്ത ബാലറ്റ് പെട്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. 20-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ രാഷ്ട്രപതിയെയും പ്രഖ്യാപിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. തക്കാളിക്ക് റെക്കോർഡ് വില. തക്കാളി കിലോയ്ക്ക് 100 രൂപ കവിഞ്ഞു. അപ്രതീക്ഷിതമായ വിലക്കയറ്റം സാധാരണക്കാരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്നും തേനിയിൽ നിന്നുമാണ് പ്രധാനമായും പച്ചക്കറികൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇവിടങ്ങളിലുണ്ടായ വ്യാപക മഴ പച്ചക്കറി വിതരണത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. തക്കാളി വില കിലോയ്ക്ക് 100 രൂപ കവിഞ്ഞു. ചെറുകിട വ്യാപാരികൾ തക്കാളി കിലോയ്ക്ക് 100 മുതൽ 110 രൂപ വരെയാണ് ഈടാക്കുന്നത്. അപ്രതീക്ഷിതമായ വിലക്കയറ്റം സാധാരണക്കാരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും മൊത്തവ്യാപാര കടകൾ ശക്തമായ മഴയെ തുടർന്ന് അടച്ചിരിക്കുകയാണ്. ക്യാരറ്റിന് കിലോയ്ക്ക് 75 രൂപ മുതൽ 85 രൂപ വരെയാണ് ഈടാക്കുന്നത്.
വെള്ളരിക്ക 40 മുതൽ 45, വെണ്ടയ്ക്ക 55 മുതൽ 65, ബീറ്റ്റൂട്ട് 44 മുതൽ 45, വെളുത്തുള്ളി 80 മുതൽ 90, ഉള്ളി 17 മുതൽ 20, ഉരുളക്കിഴങ്ങ് 24 മുതൽ 26, ബീൻസ് 45 മുതൽ 55 എന്നിങ്ങനെയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ബീഫ് നിരോധനത്തിനു പിന്നാലെ രാജ്യത്തെ ജനങ്ങളുടെ കുടുംബ സ്വകാര്യതകളിലേക്കും കടന്നുകയറാൻ RSS തയ്യാറെടുക്കുന്നു. ദേശീയതയുടെ പേരിൽ തന്നെയാണ് ഇപ്പോൾ RSSന്റെ പ്രബോധൻ എന്ന ബോധവൽക്കരണ പരിപാടിക്ക് പദ്ധതി തയ്യാറാകുന്നത്. എന്ത് ധരിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങി കുടുംബ വർത്തമാനങ്ങൾ പോലും എന്താകണമെന്നാണ് പ്രബോധനിലൂടെ RSS ക്യാമ്പയിന് ഒരുങ്ങുന്നത്. ബീഫ് നിരോധനത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ആഹാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറിയ RSS ഇപ്പോൾ എല്ലാ സീമകളും ഭേദിച്ച് കുടുംബ സ്വകാര്യതകളിലും ദേശീയതയുടെ പേരിൽ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നു. എങ്ങനെ പെരുമാറണം, എങ്ങനെ ജന്മദിനം ആഘോഷിക്കണം, എന്തു കഴിക്കണം, എന്തു ധരിക്കണം, അങ്ങനെ വ്യക്തിപരമായ സ്വകാര്യതയിലേക്ക് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിൽ പോലും ദേശീയവാദം ഉന്നയിക്കുന്ന RSSന്റെ ഗൂഢപദ്ധതി കൂടുതൽ വ്യക്തമാകുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രബോധൻ എന്നു പേരിട്ട കുടുംബ ബോധവൽക്കരണത്തിന് RSS ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യക്കാർ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ച് കേക്ക് മുറിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിനു തന്നെ കളങ്കമാണെന്ന് RSS വാദിക്കുകയാണ്. ഇന്ത്യയിലെ സ്ത്രീകൾ സാരി മാത്രം ധരിക്കണമെന്ന ആഹ്വാനം സംഘപരിവാർ നേരത്തെ തന്നെ രാജ്യത്തുയർത്തിക്കഴിഞ്ഞു. എന്നാൽ പുരുഷന്മാർ ഇനി കുർത്തയും പൈജാമയും മാത്രം ധരിച്ച് ദേശീയതയുടെ ഭാഗമാകണമെന്ന് പ്രബോധൻ ആവശ്യപ്പെടുന്നു. കുടുംബമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനു മുൻപ് പ്രത്യേക മന്ത്രം ചൊല്ലണമെന്നും കുടുംബ വർത്തമാനങ്ങളിൽ ക്രിക്കറ്റ്, സിനിമ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പോലും പാടില്ല എന്നും പ്രബോധൻ ബോധവൽക്കരണം ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയത എങ്ങനെയാവണമെന്ന് RSS തീരുമാനിക്കാൻ ഒരുങ്ങുന്ന ഇത്തരം ഇടപെടലുകൾ അപകടകരമായ സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക്. 2 കോടി രൂപ കൈക്കൂലി വാങ്ങി ശശികലയ്ക്ക് ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ഒരുക്കിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. ജയിൽ DIG രൂപയാണ് താൻ പകർത്തിയ ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി ആരോപിക്കുന്നത്. ജയിലിൽ സുഖവാസത്തിനായി അണ്ണാ-DMK ജനറൽ സെക്രട്ടറി ശശികല, ജയിൽ DG സത്യനാരായണ റാവു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് 2 കോടി രൂപ നൽകിയിരുന്നതായി ജയിൽ DIG രൂപ IPS കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് പ്രത്യേക പരിഗണന തെളിയിക്കുന്ന വീഡിയോ ദൃശ്യം ഉദ്യോഗസ്ഥരിൽ ചിലർ നശിപ്പിച്ചതായി രൂപ ആരോപിക്കുന്നത്. ശശികലയ്ക്ക് പ്രത്യേകം അടുക്കളയും സന്ദർശകരെ കാണാൻ പ്രത്യേക മുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അനുവദിച്ചിരുന്നു. ഇതിന്റെ അടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചത്. ജയിലിലെ ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോ ക്യാമറയിൽ പകർത്തിയിരുന്നു. ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ പെൻഡ്രൈവിലേക്ക് മാറ്റാൻ ഓഫീസിലെ ഉദ്യോഗസ്ഥന് നൽകുകയും ചെയ്തു. എന്നാൽ തിരികെ ലഭിച്ചപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം എത്തുന്നതിനു മുന്നോടിയായി ഇരു ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം ജയിലിലെത്തി. ന്യൂസ് ഡെസ്ക്. ആധാറിലെ വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് CPIM. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജിയോ വരിക്കാരുടെ ആധാർ വ്യക്തിവിവരങ്ങൾ സ്വകാര്യ വെബ്സൈറ്റിൽ പരസ്യമായിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണിതെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പീപ്പിൾ TVയോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസമാണ് 12 കോടിയോളമുള്ള റിലയൻസ് ജിയോ ഉപഭോക്താക്കളുടെ ആധാർ വ്യക്തിവിവരങ്ങൾ magicapp.com എന്ന സ്വകാര്യ വെബ്സൈറ്റിൽ പരസ്യമായത്. magicapp.com എന്ന സൈറ്റിലെ സെർച്ച് ബോക്സിൽ ജിയോ മൊബൈൽ നമ്പർ നൽകിയ ഉടൻ ഉപഭോക്താവിന്റെ മുഴുവൻ വ്യക്തിവിവരങ്ങളും സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ഉപഭോക്താക്കളുടെ പേര്, വീട്ടുവിലാസം, കുടുംബാംഗങ്ങൾ, ജോലി, വരുമാനം, ജനനത്തീയതി തുടങ്ങിയ മുഴുവൻ ഡെമോഗ്രാഫിക് വിവരങ്ങളുമാണ് ചോർന്നത്. ഒരാഴ്ച മുമ്പ് വരെ ആധാർ വിവരങ്ങൾ നൽകി ജിയോ സിം എടുത്തവരുടെ വിവരങ്ങളും ചോർന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണിതെന്നും ആധാറിലെ വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. Parliament, we had objected to this. We had said that what you are creating is like a surveillance state, and all the information about every individual, including the biometric data and the iris identification, if all this is brought into public space, then it's a complete violation of privacy. A guarantee that privacy will be protected of every individual, a law must be enacted. We'll take up this matter in the coming session of Parliament. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെയും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെയും നിയന്ത്രണത്തിലുള്ള വെബ്സൈറ്റുകൾ വഴി 13 കോടി ജനങ്ങളുടെ ആധാർ വിവരങ്ങൾ ചോർന്നിരുന്നു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ജൻധൻ യോജന, EPF, പാചകവാതക സബ്സിഡി, പെൻഷൻ പദ്ധതികൾ എന്നിവയ്ക്ക് ആധാർ ഉൾപ്പെടുത്തിയുള്ള സർക്കാർ നീക്കത്തിനിടയിലാണ് ആധാർ വിവരങ്ങൾ സുരക്ഷിതമല്ലെന്ന ആശങ്ക ശക്തമാകുന്നത്. സ്വകാര്യ ഏജൻസികൾ ആധാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണോ എന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ജിയോ വരിക്കാരുടെ മുഴുവൻ രേഖകളും സ്വകാര്യ വെബ്സൈറ്റിൽ ചോർന്നത്. മനുശങ്കർ, ദില്ലി.
ആഘോഷങ്ങളില്ലാതെ സമരനായകൻ VSന് 50ാം വിവാഹ വാർഷികം. മക്കളും കൊച്ചുമക്കളും മാത്രമാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഒപ്പമുണ്ടായിരുന്നത്. നിരവധി പേർ ഫോണിൽ വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ VSന് 50ാം വാർഷിക ദിനത്തിലും ആഘോഷങ്ങളൊന്നുമില്ല. മക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം അല്പം മധുരം മാത്രം. പുറമേ നിന്ന് ആകെ എത്തിയത് മാധ്യമപ്രവർത്തകർ മാത്രം. അവർക്കും കിട്ടി ലഡുവും പായസവും. 50 വർഷങ്ങൾക്ക് മുൻപുള്ള വിവാഹദിനം VSന്റെ ഭാര്യ വസുമതി ഓർമ്മിച്ചെടുത്തത് ഇങ്ങനെ. കർക്കിടകമാസത്തിന് മുമ്പ് വീട് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാടക വീട്ടിൽ ഞങ്ങൾ ആദ്യം പോയത്. ഉടനെയൊന്നുമില്ല, പാർട്ടി പരിപാടിക്ക് പോയി VS പോയി. VS വന്നപ്പോൾ 9 മണിയായി രാത്രി. അപ്പോൾ അതുവരെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു, VSൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് പിന്നെ മറ്റേ വാടക വീട്ടിൽ പോയി. വാടക വീട്ടിൽ പോയപ്പോൾ അവിടെ ഒന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രായമായ ഒരു സ്ത്രീ കൂട്ടിനും ഉണ്ടായിരുന്നു. രാത്രിയൊന്നും കഴിച്ചില്ല, ഒന്നുമില്ലായിരുന്നു. രാവിലെയാണ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയത്. 1967 ജൂലൈ 16 പകൽ 3 മണിക്കായിരുന്നു വിവാഹം. ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിലായിരുന്നു ചെറിയ ചടങ്ങ്. വിവാഹത്തിന് കതിർ മണ്ഡപമോ പുടവ് നൽകലോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാലയിടൽ മാത്രമായിരുന്നു ചടങ്ങ്. VSന്റെ 43ാം വയസ്സിലായിരുന്നു വിവാഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. കൊല്ലത്ത് VLCക്ക് മുൻപിൽ കശുവണ്ടി തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം 5ാം ദിവസത്തിലേക്ക്. സമരത്തിന് പിന്തുണയുമായി മുൻ മന്ത്രി PK ഗുരുദാസനും മുകേഷ് MLAയും സമരപന്തലിലെത്തിയത് ആവേശം പകർന്നു. ആയിരക്കണക്കിന് തൊഴിലാളികളെ പട്ടിണിക്കിട്ട് എങ്ങനെയാണ് കൊല്ലത്തെ സാംസ്കാരിക രംഗത്തെ തിളക്കമായ രവീന്ദ്രനാഥൻ നായർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുകയെന്ന് ചോദിച്ചാണ് മുൻമന്ത്രി PK ഗുരുദാസൻ സമരം നടത്തുന്ന തൊഴിലാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചത്. VLC മുതലാളി രവീന്ദ്രനാഥൻ നായർ അധപ്പതിച്ചല്ലോ എന്നോർത്ത് ഈ കൊല്ലത്തെ ജനങ്ങളെല്ലാം മൂക്കത്ത് വരൽ വയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ വന്ന് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഒരു കരാർ ഒപ്പിട്ടു. ആ കരാർ നടപ്പിലാക്കാൻ സന്നദ്ധമാകുന്നില്ല എന്ന് പറഞ്ഞാൽ കരാർ ലംഘനമാണെന്ന് മാത്രമല്ല, തെമ്മാടിത്തരമാണ്. തൊഴിലാളികളുടെ ജീവൻ കൊണ്ട് കളിക്കരുതെന്നും രവീന്ദ്രനാഥൻ നായരിൽ നിന്നിതല്ല തൊഴിലാളികളും ജനങ്ങളും പ്രതീക്ഷിക്കുന്നതെന്ന് മുകേഷ് MLAയും പറഞ്ഞു. ഇങ്ങനെയൊക്കെ വീടുകളുണ്ടോ, ഇങ്ങനെയൊക്കെ സമ്പന്നരുണ്ടോ, അങ്ങനെ കാണാൻ വേണ്ടി കൊല്ലത്ത് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്നാൽ മനസ്സിലാക്കും ഇതെല്ലാം തന്നെ കശുവണ്ടി മുതലാളിമാരുടെ കാറും വീടുകളുമാണ്. അതിൻ്റെ ഒരു മാനുഷിക മൂല്യം വെച്ചുകൊണ്ട് അതിന് കാരണക്കാരായ അധ്വാനിക്കുന്ന പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും തൊഴിലാളികളെയും അവർക്കൊരു മോശകാലം, മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് ഗുരുദാസൻ പറഞ്ഞതുപോലെ ഇത് വെറുമൊരു സമരമല്ല, ജീവിത സമരമാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സമരം. അതിനെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എടുത്തില്ലെങ്കിൽ കൊല്ലത്തിനാണ് നാണക്കേട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ VLC മാനേജ്മെന്റ് ഏപ്രിലിൽ കേരളത്തിലെ കമ്പനികൾ ഘട്ടം ഘട്ടമായി തുറക്കാമെന്ന് നൽകിയ ഉറപ്പ് പാലിക്കും വരെ സമരം തുടരുമെന്ന് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CA2 വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഡേവിസ് തെക്കേക്കര നിര്യാതനായി. അബുദാബിയിൽ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡേവിസ് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡേവിസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രിമാരായ തോമസ് ഐസക്, AC മൊയ്തീൻ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയവർ അനുശോചിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തമായ ഇടപെടലിലൂടെ ശ്രദ്ധേയനായ സഖാവ് ഡേവിസ് തെക്കേക്കരയുടെ അകാലവിയോഗം അത്യധികം വ്യസനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അബുദാബി സെൻട്രൽ ഹോസ്പിറ്റലിൽ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും.